നമസ്കാരം. എപ്പിസോഡ് 13 റിവ്യൂ ആണ്. റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ജിസേലും അനുവായിട്ടുള്ള വഴക്കിനെ പറ്റിയിട്ടൊന്ന് പറയുകയാണ്. ജയിൽ നോമിനേഷൻ്റെ സമയത്ത് ജിസേൽ അനുവിനെ നോമിനേറ്റ് ചെയ്യാൻ പറയുന്ന റീസൺ, ജിസേൽ ഉപയോഗിച്ചിട്ട് വലിച്ചെറിഞ്ഞിട്ടുള്ള ടിഷ്യൂ പൊക്കി പിടിച്ചുകൊണ്ട് എല്ലാവരോടും പോയി ചോദിക്കും, ഇതിലെന്തെങ്കിലും കളറുണ്ടോ, ഇതിലെന്തെങ്കിലും ഫൗണ്ടേഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. രണ്ടാമത് ജിസേൽ ഉപയോഗിക്കുന്ന ബോഡി വാഷും അതിൻ്റെ മുകളിൽ ഉള്ള ക്രീമും ഒക്കെ എല്ലാവരെയും ഇങ്ങനെ കൊണ്ടുകിടന്ന് കാണിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ക്യാപ്റ്റനായിട്ടുള്ള ഷാനവാസ് എഴുന്നേറ്റ് എന്ന് ചോദിക്കുന്നു, അപ്പോൾ ജിസേലിന് ഇവിടെ ബോഡി വാഷും ക്രീമും ഒക്കെ ഉപയോഗിക്കാൻ പാടുണ്ടോ? അപ്പോൾ ജിസേൽ വളരെ കൂളായിട്ട് പറയുകയാണ്, അതെൻ്റെതല്ല, അത് ആര്യൻ്റെതാണ് എന്ന് പറയുന്നു. ആര്യനോട് ചോദിക്കുമ്പോൾ ആര്യൻ പറയുന്നു, ഞാൻ കൊടുത്തതല്ല, എൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തതാണ് എന്ന്. അപ്പോൾ ജിസേലിൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെൻ്റെ ബുദ്ധിയാണ്, അങ്ങനെ തട്ടിയെടുത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ബുദ്ധിയാണ് എന്നാണ് ജിസേൽ പറയുന്നത്. അപ്പോൾ ഷാനവാസ് ആവർത്തിച്ച് ജിസേലിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളോട് 2-3 പ്രാവശ്യം നിങ്ങളെ വാൺ ചെയ്യുകയും ഈ ഷോ തന്നെ നിർത്തിവെക്കേണ്ട സാഹചര്യം വരുമെന്നുള്ളത് ബിഗ് ബോസ് പറഞ്ഞതിന് ശേഷവും നിങ്ങൾ ആവർത്തിച്ചിത് ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കുമ്പം ജിസേലിന് മറുപടിയൊന്നുമില്ല. അതിന് പകരം ജിസേൽ ഷാനവാസിൻ്റെ അടുത്ത്, നിങ്ങൾ അവിടെ ഇരിക്കൂ, ഞാൻ സംസാരിക്കട്ടെ, ഞാൻ നോമിനേറ്റ് ചെയ്യാൻ നിൽക്കല്ലേ, അപ്പം ഞാൻ പറയട്ടെ എന്ന് പറയുന്നു. ജിസേലിന് അനുവിനെതിരെയുള്ള ആരോപണം അനു ഈ ബോഡി വാഷ് മോഷ്ടിച്ചു എന്നുള്ളതാണ്. അത് ജിസേലിൻ്റെ ബോഡി വാഷല്ല, അത് ആര്യൻ്റെ ബോഡി വാഷാണ്. അതിവിടെ എടുത്ത് മറ്റുള്ളവർ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെതിരെയാണ് ഈ ഷാനവാസ് ജിസേലിനെ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാർ, അക്ബർ, ശരത്ത്, ബിന്നി, ആര്യൻ, റെന, നമ്മുടെ നിവിൻ ഒക്കെ ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് ഈ ജയിൽ നോമിനേഷനിലേക്ക് അനുവിനെ നോമിനേറ്റ് ചെയ്യാനുള്ള റീസണായിട്ട് ജിസേലിന് ഇത് പറയാം, ഒരു കുഴപ്പമില്ലെന്നുള്ളതാണ് അവരുടെ ഭാഗം. എന്ന് പറഞ്ഞാൽ റൂളിന് അഗെയിൻസ്റ്റ് ആയിട്ട് ജിസേൽ ഇത് ഉപയോഗിക്കുന്നതിനൊരു തെറ്റുമില്ല, പക്ഷെ അത് കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ അതൊരു റീസണാക്കി എടുത്ത് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഈ അക്ബറിൻ്റെയും കൂട്ടുകാരുടെയൊക്കെ ഒരു ഭാഗം. ഏതായാലും ഇതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അനു ജിസേലിൻ്റെ കബോർഡ് വന്ന് തുറന്നതിനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ അനു പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ എന്നെ 2-3 പ്രാവശ്യം ചീത്ത വിളിച്ചിട്ടുണ്ട് വരുമെന്ന്. അപ്പോൾ ആദിൽ അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, ഇംഗ്ലീഷിൽ നല്ല പച്ചത്തെറി ജിസേൽ തിരിച്ച് വിളിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇത് പറഞ്ഞ സമയത്ത് ജിസേൽ എടുത്തിട്ടൊരു കാര്യമാണ്, അനു അടുക്കളയിൽ നിന്ന് ഈ റൊട്ടി മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് കഴിച്ചു എന്നുള്ളത്. അത് അനുവിനെ വളരെയധികം ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് ജിസേൽ അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ആക്ടിംഗ് ഒക്കെ നടത്തി ആ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന രീതിയൊക്കെ കാണിച്ചുകൊണ്ടാണ് അവിടെ ജിസേൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ അക്ബറും കൂട്ടരും ജിസേൽ അനുവിനെതിരെ പറഞ്ഞിട്ടുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. കാരണം ജിസേൽ പറയുന്നുണ്ട്, ഇതിൽ വീഡിയോ കാണിക്കട്ടെ എന്നൊക്കെ പറയുന്നതിലാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ ഇത് കേട്ട സമയത്ത് അനു ദേഷ്യപ്പെട്ടിട്ട് ജിസേലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്, നീ അനാവശ്യം പറയരുത്, നീ കാണാത്ത കാര്യം വെറുതെ പറയരുതെന്ന് പറഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ജിസേലിൻ്റെ അടുത്ത് ചെന്ന് സംസാരമാവുന്നുണ്ട്. അപ്പോൾ ജിസേലിൻ്റെ കൈ ഇങ്ങനെ തട്ടി മാറ്റുന്നുണ്ട് അനു. അവിടെ അടിക്കുന്നതായിട്ടൊന്നും എപ്പിസോഡിലും കാണിച്ചിട്ടില്ല, ലൈവിലും കാണിച്ചിട്ടില്ല. ഇനി അത് വീക്കെൻഡിൽ വന്നിട്ട് ലാലേട്ടനാണ് എന്താണ് നടന്നിട്ടുള്ളതെന്ന് കാണിച്ചു തരേണ്ടത്. പക്ഷേ എപ്പിസോഡിലോ ലൈവിലോ അടിക്കുന്നതായിട്ട് കാണിച്ചിട്ടില്ല, പകരം കൈ ഇങ്ങനെ തട്ടി മാറ്റുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അനു വളരെ ഇമോഷണലായി അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ജിസേൽ പറയുന്നത്, നിവിനെ കള്ളാന്ന് വിളിച്ചിട്ടില്ലേ, നിവി മോഷ്ടിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവളെ മോഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം, അവൾ മോഷ്ടിച്ചിട്ടല്ലേ പറയുന്നതെന്നുള്ളതാണ് ജിസേൽ പറയുന്നത്. ഇപ്പം നിവിന് മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്നൊരു മനുഷ്യനാണ്. മോഷ്ടിച്ചു എന്ന് കേൾക്കുന്നതാണ് കുറച്ചും കൂടെ ഇതെന്ന് തോന്നുന്നു, സന്തോഷമെന്ന് തോന്നുന്നു നിവിന്. ഇപ്പം ജിസേലിനും പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ആര്യൻ്റെ സാധനം എടുത്ത് ഉപയോഗിക്കുകയും റൂൾസ് തെറ്റിച്ച് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ജിസേലിന് അത് ഗെയിമായിട്ട് കൊണ്ട് നടക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ വേറൊരാളോട് നിങ്ങൾ ഭക്ഷണം മോഷ്ടിച്ചു എന്നൊക്കെ വളരെ അയാളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പറയുന്ന സമയത്ത് ഇതൊരു ഗെയിം ഷോയാണ് എന്നൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരത്തില്ല. ചിലപ്പോൾ അവരങ്ങ് പൊട്ടിത്തെറിച്ചു എന്നിരിക്കും. അനുമോൾ അവിടെ, ഇപ്പോൾ അക്ബർ പറയുന്നത് അനുമോൾ അവിടെ ഡ്രാമ കാണിച്ചു, ജിസേലിനെ തല്ലിയിട്ട് അനുമോൾ പോയിരുന്ന് കരയുന്നു എന്നൊക്കെയാണ് അക്ബറും കൂട്ടരും ഒക്കെ അവിടെ പറയുന്നത്. ഇത് അനുമോൾ ഏതെങ്കിലും തരത്തിൽ ഡ്രാമ കാണിച്ചതായിട്ടൊന്നും ഞാൻ മനസ്സിലാക്കുന്നില്ല. അനുമോൾ വളരെ ഇമോഷണലാണ്, സെൻസിറ്റീവാണ്. അപ്പോൾ ഇത്തരം ഷോയിൽ വരുന്ന സമയത്ത് അത് എന്ത് തരം കാര്യമായാലും ഓവറായി കഴിഞ്ഞാൽ ആൾക്കാർ നെഗറ്റീവേ പറയുള്ളൂ. ഇപ്പോൾ കരച്ചിലായാലും ശരി, ദേഷ്യമായാലും ശരി, എന്തായാലും ശരി. അപ്പോൾ അനുമോൾ ഇതിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ മനസ്സിലാക്കിയിട്ടും കൂടെ വരണമായിരുന്നു, അതൊരു ഭാഗം. അപ്പോൾ ഇവരുടെ വഴക്കിലേക്ക് നയിച്ചിട്ടുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. ഇനി എപ്പിസോഡിലേക്ക് വന്നാൽ ഇന്ന് 6 മണിയായപ്പോൾ തന്നെ പാട്ടിട്ടിട്ടുണ്ട് കേട്ടോ. അത് പ്രേക്ഷകരോട് ഏത് സമയത്താണ് ഇവർക്ക് ഈ വേക്കപ്പ് കോൾ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ 6 മണിയാണ് പ്രേക്ഷകർ പറഞ്ഞത്. അങ്ങനെ പ്രേക്ഷകർ പറഞ്ഞ സമയത്താണ് ഇന്ന് നിങ്ങളെ ഉണർത്തിയിരിക്കുന്നതെന്ന് ബിഗ് ബോസ് കൊടുത്തിട്ട ലെറ്ററിലുണ്ട്.
പിന്നീട് ബിന്നിയും അനീഷും തമ്മിലുള്ളൊരു വർത്താനാണ് കാണിക്കുന്നത്. അനീഷ് ചൂലെടുത്തിട്ട് കിച്ചൻ്റെ സ്ലാബ് തൂത്തു. അപ്പോൾ ബിന്നി പറഞ്ഞു അത് ബാത്റൂമിൽ തൂക്കുന്ന ചൂലാണ് എന്ന്. അപ്പോൾ അനീഷ് ചോദിച്ചു ബാത്റൂമിൽ തൂക്കുന്ന ചൂല് കിച്ചണിലാണോ കൊണ്ട് വെക്കുന്നത്? അപ്പം അനീഷ് ചോദിക്കുന്നു ആരൊക്കെയാണ് ഈ ബാത്റൂം ടീമിലുള്ളത്, ബാത്റൂമിൽ തൂക്കുന്ന ചൂല് കൊണ്ട് കിച്ചണിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാവുക എന്നുള്ളത്. അപ്പോൾ ബിന്നി ഒക്കെ തന്നെയാണ് ബാത്റൂം ടീമിലുള്ളതും. അപ്പോൾ ബിന്നീൻ്റെ അടുത്ത് പറയുന്നു എന്നാൽ ചൂല് കൊണ്ട് ബാത്റൂമിൽ വെക്കാൻ. അപ്പോൾ ബിന്നി പറയുന്നു സൗകര്യമില്ല, നിങ്ങൾക്ക് വിവരമില്ല, ഈ ചൂല് കൊണ്ടാണോ ആരെങ്കിലും കിച്ചൻ്റെ സ്ലാബ് തൂക്കുന്നതെന്നൊക്കെ ബിന്നി അനീഷിൻ്റെ അടുത്തും പറയുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അനു അതുവഴി വരികയും ഈ ജിസേൽ പെട്ടെന്ന് പറയുന്നത് ഇത് ആരെങ്കിലും കക്കുന്നുണ്ടോ എന്ന് നോക്കണേ എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നത്. അനു അത് കേട്ടിട്ട് തിരിച്ചു വന്നിട്ട് ജിസേലിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീയല്ലേ ആര്യൻ്റെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ച് ഉപയോഗിക്കുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് ശരത്തും അനുവും ശൈത്യം കൂടിയുള്ളൊരു കോൺവെർസേഷൻ കാണിക്കുകയാണ്. അപ്പോൾ ശരത്തിന് അനുവിൻ്റെ അടുത്ത് ഭയങ്കര കംപ്ലൈൻറ്റ്. അനു അനീഷിനെ സപ്പോർട്ട് ചെയ്തു. അതിൻ്റെ തലേ ദിവസം അനീഷ് ശരത്തിനെയും അനുവിനെയും നന്നായിട്ട് പെർഫോം ചെയ്തില്ല എന്നും പറഞ്ഞപ്പോൾ ശരത്തിൻ്റെ അടുത്ത് അനു പറഞ്ഞു ഇനി മേലാൽ അനീഷുമായിട്ട് സംസാരിക്കത്തേ ഇല്ല എന്ന് പറഞ്ഞ അനു വൈകുന്നേരത്തെ ടാസ്കിൽ അനീഷിനെ സപ്പോർട്ട് ചെയ്തു. അത് ശരത്തിന് അംഗീകരിക്കാൻ പറ്റത്തില്ല. ജിസേൽ പറഞ്ഞ സംഭവത്തിൽ ഒന്നും കഴിക്കത്തില്ല, ഭക്ഷണം ഒന്നും കഴിക്കത്തില്ല, വെള്ളം കുടിച്ച് ഞാൻ ഇരുന്നോളാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരത്ത് കാരണം ചോദിക്കുമ്പോൾ ജിസേൽ ഈ തരത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ശരത്ത് ചോദിക്കുന്നു അപ്പം തന്നെ ചോദിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചപ്പോൾ അനു പോയി ചോദിച്ചു. പക്ഷെ അങ്ങനെ ചോദിച്ചാൽ പോരായിരുന്നു, അവിടെ എല്ലാവരും കേൾക്കെ ചോദിച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കണമായിരുന്നു. അനു അത് ചെയ്തില്ല. അപ്പോൾ അനു പറയുന്നത് രാവിലെ തന്നെ എനിക്ക് ഇവിടെ കിടന്ന് കച്ചറ ഉണ്ടാക്കാനൊന്നും വയ്യ എന്ന് അനു പറയുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് പണിപ്പുര ടാസ്ക്കാണ്. ഈ 4ാം പണിപ്പുര പ്രവേശത്തിൽ ടോട്ടൽ 3000 പോയിന്റ്സാണ് ഇവർക്കുള്ളത്. പുറത്തു പോയിട്ടുള്ള ഒണീലിൻ്റെയും ശാരികേൻ്റെയും 1000 പോയിന്റ്സ് അടക്കം 2 ഘട്ടങ്ങളിലായിട്ടാണ് പണിപ്പുരയിലേക്കുള്ള പ്രവേശനം നടത്തുക. ആദ്യത്തെ ഘട്ടത്തിൽ 1500 പോയിന്റ്സും 10 സെക്കൻഡും 5 പേർക്ക് പണിപ്പുരയിലേക്ക് കയറാം. ആദ്യ ഘട്ടത്തിൽ 5 പേരും ഒരുമിച്ച് കയറണം. ഈ 10 സെക്കൻഡിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ എടുത്ത് തിരിച്ചു പോരണം. അപ്പം ആദ്യത്തെ 5 പേര് ആര്യൻ, ശരത്ത്, ശൈത്യ, ജിസേലിന് പകരം വീണ്ടും സരികനെ ആക്കിയിരുന്നു. അപ്പം സരിക, റെന ഇവർ 5 പേരും കൂടെ അകത്ത് പോകുന്നു. മാക്സിമം സാധനങ്ങൾ എടുത്ത് ഈ 10 സെക്കൻഡിൻ്റെ ഉള്ളിൽ തിരിച്ചു വരുന്നു. അങ്ങനെ സക്സസ്ഫുള്ളി ആദ്യത്തെ റൗണ്ട് അവർ കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് ക്യാപ്റ്റൻസി ടാസ്കിലേക്കുള്ള മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ കൂടുതലും പേരും വോട്ട് ചെയ്തിട്ടുള്ളത് ആര്യൻ, ജിസേൽ, അഭിലാഷ്. അപ്പോൾ ഇവർ 3 പേരുമാണ് ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കുക. പിന്നീട് പണിപ്പുരേൻ്റെ 2ാം ഘട്ടം കാണിക്കുകയാണ്. ഇപ്രാവശ്യം 10 പേർക്ക് പോവാം. 1500 പോയിന്റ്സും 10 പേർക്ക് പോവാം. പക്ഷേ 10 സെക്കൻഡ് സമയം. രേണു ഒഴികെ ബാക്കി എല്ലാവരും ഈ 2ാമത്തെ ഘട്ടത്തിൽ പോയി. അവരും വളരെ ബ്രില്യൻ്റ് ആയിട്ട് മാക്സിമം സാധനങ്ങൾ എടുത്ത് ഈ 2ാമത് പോയവർ കറക്റ്റ് 1500-ന് തന്നെയുള്ള സാധനങ്ങൾ എടുത്ത് തിരിച്ചു പോന്നു. എന്ന് പറഞ്ഞാൽ എടുത്തതിന് ശേഷം കൂടുതലുണ്ടായിരുന്നു. ഇവർ കറക്റ്റായിട്ട് അത് ബാലൻസ് ചെയ്ത് 1500 പോയിന്റ്സും തികയ്ക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ മുഴുവനും എടുത്തു. പിന്നീടാണ് ഈ ജയിൽ നോമിനേഷൻ വരുന്നതും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ അരങ്ങേറുന്നതും ഒക്കെ. ജയിൽ നോമിനേഷനിലേക്ക് തിരഞ്ഞെടുത്ത ആൾക്കാർ സരിക, അനു, രേണു, നിവിൻ. ഇതിൽ അനുവിനും സരികയ്ക്കും ഈക്വൽ വോട്ടായതുകൊണ്ട് തന്നെ വീണ്ടും ഭൂരിപക്ഷം നോക്കി ആരാണ് ജയിലിൽ പോകേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കാൻ പറയുന്നു. അനു ജയിലിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവർ കൈവെക്കാൻ പറയുമ്പോൾ 6 പേര് വെക്കുന്നു. സരിക ജയിലിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവർ കൈവെക്കാൻ പറയുമ്പോൾ 7 പേര് വെക്കുന്നു. അങ്ങനെ സരികയാണ് ജയിലിലേക്ക്. സരിക, നെവിൻ, രേണു ഇവർ 3 പേരുമാണ് ജയിലിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ജിസേൽ വന്നിട്ട് കംപ്ലൈൻറ്റ് ചെയ്യുന്നത് അനു ഉപദ്രവിച്ചു എന്നും പറഞ്ഞിട്ട്. പിന്നെ കാണിക്കുന്നത് കിച്ചൺ ഏരിയയിൽ നിന്നിട്ട് ആര്യൻ്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. ആര്യൻ സരിക ചേച്ചി പോകണമെന്നും പറഞ്ഞാണ് കൈ ഉയർത്തിയത്. അപ്പോൾ എന്തിനാണ് സരിക ചേച്ചിനെ പറഞ്ഞു വിടുന്നത് എന്നും ചോദിച്ചുകൊണ്ട് ആര്യൻ്റെ നേരെയാണ്. എന്തുകൊണ്ട് അനു പോകണമെന്ന് പറഞ്ഞപ്പോൾ ആര്യൻ കൈ പൊക്കിയില്ല. അപ്പോൾ ആര്യൻ പറയുന്നത് എൻ്റെ ചോയ്സ് അല്ലേ, അത് ജിസേലല്ലോ തീരുമാനിക്കേണ്ടത്. അത് ആര്യൻ അങ്ങനെയാണ് തോന്നിയത്, ആര്യൻ എടുത്തു. അത് ആര്യൻ്റെ ഡിസിഷൻ അല്ലേ. അത് ആര്യൻ ചോദിക്കുന്നുണ്ട് ഞാൻ ജിസേലിൻ്റെ ഇഷ്ടത്തിനാണോ നിൽക്കേണ്ടത്, അത് എൻ്റെ ഡിസിഷനാണ്, ഞാനല്ലേ തീരുമാനം എടുക്കേണ്ടത്. അതിൽ അക്ബറും വന്നിട്ട് ജിസേലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആര്യൻ പറയുന്നത് അനു ഓൾറെഡി ഒരു പ്രാവശ്യം ജയിലിൽ പോയതാണ്, അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം സരിക ചേച്ചി പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആര്യൻ കൈപൊക്കിയത്, അത് ജിസേൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ ജിസേലിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബിൻസി അനുവിനെ ഇരുന്നിട്ട് സമാധാനിപ്പിക്കുകയാണ്. ഇപ്പം അവളുടെ കൂടെ നിൽക്കുന്ന ഒരുത്തന്മാരും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കിനും അവളുടെ കൂടെ കാണത്തില്ല. ജിസേൽ പഠിച്ച കള്ളിയാണ്, നീ സ്ട്രോങ് ആയിട്ട് നിൽക്കണം, പിന്നെ എല്ലാവരോടും സ്ട്രോങ് ആയിട്ട് ഉത്തരം പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് ബിൻസി അനുവിനെ ഉപദേശിക്കുകയാണ്. അപ്പം അനുമോള് പറഞ്ഞൊരു ഡയലോഗ്, എനിക്ക് എന്തെങ്കിലും തരത്തിൽ നെഗറ്റീവ് വന്നാൽ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല എന്ന്. പിന്നെ എന്ത് തേങ്ങ മനസ്സിലാക്കിയിട്ടാണ് അനുമോൾ ഈ ബിഗ് ബോസിലേക്ക് വന്നത്?
ഈ ഷോയിനെ കുറിച്ചിട്ട് അത്രയും ഒരു ബോധമില്ലാതെയാണോ, ഒന്നും അറിയാതെയാണോ അനുമോൾ വന്നത്? ഇവിടെ വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആവാം. അപ്പോൾ ഇത്രയും ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാൾ പിന്നെ എന്തിനാണ് ഇതിലേക്ക് വന്നത്? അത് കേട്ട സമയത്ത് എനിക്ക് വല്ലാതെ ആയിപ്പോയി. കാരണം സത്യം പറഞ്ഞാൽ അനുമോൾ അത്യാവശ്യം ഗെയിം കളിക്കുന്നുണ്ട്. കുറച്ച് ഇമോഷണലാണ്, കുറച്ചധികം ഇമോഷണലാണ്. ഞാൻ വിചാരിക്കുന്നത് അത് അനുമോളുടെ ക്യാരക്ടറാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ബിഗ് ബോസിൽ വന്നതുകൊണ്ട് പെട്ടെന്ന് ആ ക്യാരക്ടർ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ലായിരിക്കും. പക്ഷേ മാക്സിമം പറ്റുന്ന തരത്തിൽ അനുമോൾ ഗെയിം കളിച്ച് നിൽക്കുന്നുണ്ട്. ഒന്ന് ഈ ബിഗ് ബോസിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് ആവുമെന്നും അത് അക്സെപ്റ്റ് ചെയ്യാനും കൂടിയുള്ള മനസ്സുള്ള ആൾക്കാരെ ഇതിലേക്ക് വരാൻ പാടുള്ളൂ. ഇതിൽ വന്നതിന് ശേഷം അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ കൈയും കാലും ഇട്ട് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഈ ബിൻസി ഇപ്പുറത്ത് വരികയാണ്. അതായത് ഈ അക്ബറിൻ്റെ ടീമിൽ അക്ബർ, ജിസേല്, സരിക, ശരത്ത്, ആര്യനൊക്കെ ഇരിക്കുന്ന, ബിന്നി, റെന ഒക്കെ ഇരിക്കുന്ന ടീമിൽ ഇപ്പുറത്തേക്ക് വരികയാണ്. അപ്പോൾ അക്ബർ ബിൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യാണ്, സരിക ചേച്ചീനെ എന്തുകൊണ്ട് നോമിനേറ്റ് ചെയ്തു? അപ്പോൾ ബിൻസി പറഞ്ഞത് എന്താ, മാനസിക പരിഗണനയോ കരയുന്നത് കണ്ടപ്പോഴത്തേക്കിനും ചെയ്തതാണ് എന്ന് സരികേൻ്റെ അടുത്ത് പറഞ്ഞു എന്ന്. അപ്പം സരിക ആക്റ്റീവ് അല്ല എന്നും പറഞ്ഞു എന്ന്. അപ്പം അതിന് സരികയ്ക്ക് പരിഭവം. അത് ബിൻസിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. പക്ഷെ അക്ബർ ഇരുന്ന് ചോദിക്കുന്നത്, ബിൻസി പറയുന്നു അനുമോൾ എൻ്റെ അടുത്ത് സ്ട്രോങ് ആയിട്ട് തന്നെ പറയുന്നു അനുമോൾ അങ്ങനെ ഭക്ഷണം മോഷ്ടിച്ചിട്ടില്ലെന്ന്. അപ്പോൾ അക്ബർ എടുത്ത വായിക്കും ചോദിക്കുകയാണ്, ബിൻസി അത് കണ്ടോ? ഇല്ലല്ലോ, മോഷ്ടിച്ചോ ഇല്ലയോ എന്ന് അപ്പോൾ ബിൻസിക്ക് എങ്ങനെ അറിയാം? അപ്പോൾ ജിസേൽ സ്ട്രോങ് ആയിട്ട് പറയുന്നു മോഷ്ടിച്ചു എന്ന്. ആ മോഷ്ടിച്ചത് അക്ബർ കണ്ടോ? അക്ബറും കണ്ടിട്ടില്ല. പക്ഷെ ജിസേൽ പറയുന്നതിൻ്റെ ഭാഗത്താണ് അക്ബർ നിൽക്കുന്നത്. ജിസേൽ ഇവിടെ ആര്യൻ്റെ സാധനം ഉപയോഗിച്ചു എന്നുള്ളത് തെളിഞ്ഞിട്ടും ഈ പറയുന്ന അക്ബർ ജിസേലിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പോഴാണ് ഒരാൾ മോഷ്ടിച്ചിട്ടില്ല, അങ്ങനെ മോഷ്ടിച്ച് കഴിച്ചിട്ടില്ല എന്ന് ഒരു ആരോപണം ഒരാൾ ഉന്നയിക്കുന്ന സമയത്ത് രണ്ടുപേരുടെ സ്ഥലത്തും ഈക്വലായിട്ട് നിൽക്കേണ്ടതിന് പകരം ജിസേലിൻ്റെ ഭാഗത്ത് നിന്നിട്ട് അക്ബർ ബിൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്, ബിൻസി അനുവിൻ്റെ സൈഡിൽ നിന്ന് സംസാരിച്ചതിന്. അപ്പോൾ ബിൻസി റീസണായിട്ട് പറയുന്നത്, ഞാൻ ജിസേലിൻ്റെ അടുത്ത് ചോദിച്ചു, ജിസേൽ കണ്ടോ, എപ്പോഴാണ് അത് എടുത്തത്, എപ്പോഴാണ് ഈ റൊട്ടി എടുത്തിട്ട് പോയത്? അപ്പോൾ ജിസേൽ പറഞ്ഞത് റൊട്ടിയല്ല, ചപ്പാത്തിയല്ല, ചോറാണ് എടുത്തിട്ട് പോയത് ഒരു പാത്രത്തിൽ നിന്ന്. ജിസേലിന് അവിടെ കൺഫ്യൂഷൻ വന്നു. ഇത്തരത്തിൽ ബിൻസീനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അക്ബർ അപ്പോൾ അവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വളരെ തെളിവുള്ള കാര്യങ്ങൾക്ക് പോലും പിന്നെ ജിസേലിൻ്റെ ഭാഗത്താണ് ന്യായം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന അക്ബർ ഇത്തരത്തിൽ ജിസേൽ ഉന്നയിച്ചുള്ള ഒരു ആരോപണത്തിൻ്റെ പേരിൽ ഒരാളിരുന്ന് കരയുമ്പോഴത്തേക്കിനും അയാളെ പോയി ആശ്വസിപ്പിച്ചിട്ട് വരുമ്പോൾ ആശ്വസിപ്പിച്ചതിൻ്റെ പേരിൽ ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അവിടെ ശരത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്, ഒരു ടോക്ക് നടക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ ആക്രമിക്കാൻ വരുന്നത് ശരിയാണോ എന്ന്. എനിക്ക് ഈ ശരത്ത് ഇനി മറന്നു വല്ലതും പോയോന്ന് എനിക്ക് അറിഞ്ഞുകൂടെ? കഴിഞ്ഞ ദിവസമൊക്കെ അവിടെ ശരത്ത് കാട്ടിക്കൂട്ടിയത്. ശരത്തും അങ്ങനെ തന്നെയല്ലേ? ശരത്തും ഈ സംസാരിക്കുന്ന സമയത്ത് ഓടിക്കയറി വന്നിട്ട് ഉപദ്രവിക്കാൻ പോകുന്നത് പോലെയല്ലേ? നീ ആരാടാ, ഏതാടാ, മറ്റവനെ മറിച്ചവനെ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ശരത്തും സംസാരിക്കുന്നത്. ആ ശരത്ത് ഇന്ന് ഭയങ്കര ഡീസൻ്റ് ആയിട്ടൊക്കെ നിന്നിട്ട് അനുമോൾക്കെതിരെ സംസാരിക്കുകയാണ്. പിന്നെ കാണിച്ചിട്ടുള്ളൊരു സ്പോൺസർ ടാസ്ക്കാണ്. മൈജീൻ്റെ 7 പേരടങ്ങുന്ന 2 ഗ്രൂപ്പായിട്ട് തിരിയുക, 2 പേര് ജഡ്ജസായിട്ട് ഇരിക്കുക. മൈജീൻ്റെ ഒരു പാട്ടുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ഡാൻസ് കളിക്കുക, മാക്സിമം പെർഫോം ചെയ്യുക എന്നൊക്കെ ഉള്ള ഇതിൽ. അതിൽ അക്ബറൊക്കെ മത്സരിച്ചിട്ടുള്ള ടീമിനാണ് ഫസ്റ്റ് കിട്ടുന്നത്. പിന്നെ രേണു സുധിയും നെവിനും അതുപോലെ തന്നെ സരികയും ജയിലിലേക്ക് പോവാണ്. അവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്, അച്ചാർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ടാസ്ക്. നാരങ്ങയും നെല്ലിക്കയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജയിലിൻ്റെ ഉള്ളിലെ ഈ അഴികൾക്കിടയിലൂടെ പുറത്ത് വെച്ചിരിക്കുന്ന 2 ഭരണികളിലായിട്ട് നാരങ്ങ ഇങ്ങനെ എറിഞ്ഞ് വീഴ്ത്തുക, നാരങ്ങയും നെല്ലിക്കയും. ആ ഭരണി നിറഞ്ഞു കഴിയുന്ന സമയത്ത് ഈ സരിക പുറത്ത് നിന്നിട്ടാണ് ഇവരെ ഹെൽപ്പ് ചെയ്യേണ്ടത്. പുറത്തേക്ക് വീഴുന്ന നാരങ്ങ ഇവർക്ക് 2 പേർക്കും എടുത്തു കൊടുത്തിട്ട്. അപ്പോൾ ഈ ഭരണികൾ 2ഉം നിറഞ്ഞതിന് ശേഷം പെട്ടെന്ന് ജയിലിന് പുറത്ത് വരിക, ക്യാപ്റ്റനെ അറിയിക്കുക. 5 സെക്കൻഡ് കൊണ്ട് പോഡിയത്തിൽ വെച്ചിരിക്കുന്ന മസാല എടുത്ത് ഭരണിയിലിട്ട് തിരിച്ച് ജയിലിൽ കയറണം. ആദ്യം അങ്ങനെ ചെയ്ത സമയത്ത് ഈ ഭരണിയിലൊക്കെ നിറച്ചു ജയിലിൽ നിന്ന് ഇറങ്ങി ഈ മസാലപ്പൊടികൾ എടുക്കാനായിട്ട് ഓടിയ സമയത്ത് രേണു വീഴുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയം പാലിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ ടാസ്ക് വീണ്ടും ഒന്നും കൂടെ ചെയ്യാണ്. അപ്പോൾ ഒരുപാട് ലേറ്റായിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം രേണു ആകെ മടുത്തു. ഈ അനീഷ് അവിടെ നിന്ന് ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്ത് കറക്റ്റ് പൊസിഷനൊക്കെ പറഞ്ഞു കൊടുത്ത് അത് എറിഞ്ഞ് തീരുന്നത് വരെ അനീഷ് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഏതായാലും ഇത്രയൊക്കെയാണ് എപ്പിസോഡിലുള്ളത്.